പ്രിയന് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടെയല്ല, ഗോഡൗൺ. ഇനി മുതൽ ഇതാണ് എൻ്റെ ലോകം. കരുനാഗം എന്നെ ഇങ്ങോട്ട് നാട് കടത്തിയതാ. ഇത് അയാൾ എനിക്ക് തന്ന ശിക്ഷ തന്നെയാ. പ്രിയ, നീ എന്തിനാ ഈ ഗോഡൌണിലേക്ക് വന്നത്? നിനക്ക് അവിടെ ജോലിയില്ലേ? ഈ ചോദ്യം തന്നെയാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നീ എന്തിനാ ഈ ഗോഡൌണിൽ വന്നത്? കരുനാഗ ഇവിടുത്തെ വെറും പ്രൊഡക്ഷൻ ചീഫാ. അയാൾക്ക് മുകളിൽ കൈലായ സാറും PK സാറും ഒക്കെ ഉണ്ട്. അവരോട് പോയി നീ ചോദിക്കേ, നീ ഈ ഗോഡൌണിൽ ജോലി ചെയ്യണോന്ന്. നിന്നെ ഇങ്ങോട്ടേക്ക് തട്ടിയതറിഞ്ഞ കരുനാഗത്തിന്റെ ചെവിക്കുറ്റിക്കിട്ട് പൊട്ടിക്കും കൈലായ സാർ. നീ വന്നേ, ഇപ്പൊ തന്നെ കൈലാഷ് സാറിനെ പോയി കാണാം. അല്ല, എന്തിന്? എന്തിനെന്നോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കരുനാഗത്തിന്റെ അടുത്ത് പോയി പണി നോക്കാൻ പറഞ്ഞേനെ. ആവശ്യമില്ലാത്തടത്ത് നിനക്ക് 100 നാവാ. ഉഷ ചേച്ചിക്കും നിശ ചേച്ചിക്കും വേണ്ടി നീ വാദിക്കും, സമരം ചെയ്യും. രേവതിക്ക് വേണ്ടി നീ ആരെ വേണമെങ്കിലും കൈവയ്ക്കും. പാറുവിന്റെ നേർക്ക് ആരെങ്കിലും തിരിഞ്ഞ നീ അവരെ മലർത്തി അടിക്കും. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോ മിണ്ടാ പൂച്ച. നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഉഷ ചേച്ചിക്കും നിഷ ചേച്ചിക്കും വേണ്ടി ഞാൻ വാദിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. രേവതിക്ക് വേണ്ടി രഘുവിനെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. കരുനാഗം പാറുവിനെ ചൊറിയാൻ വന്നപ്പോ എന്റെ വായിൽ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? കരുനാഗത്തിന്റെയും രഘുവിന്റെയും ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ടാ. പക്ഷേ ഇപ്പൊ അയാൾ എന്നെ ജോലിയെന്ന് പറഞ്ഞു വിട്ടിട്ടില്ല, ശമ്പളവും വെട്ടിക്കുറച്ചിട്ടില്ല. പിന്നെ ഞാനെന്തിനാ അയാളോട് വഴക്കിന് പോണം? നീ ഈ പറയുന്നത് നിന്റെ മനസ്സിൽ തട്ടിയാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ശമ്പളത്തിൽ കുറവ് വരുത്താത്തത് കൊണ്ട് ഗോഡൌണിൽ ജോലി ചെയ്യാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് നിനക്ക് പറയാൻ പറ്റുമോ? നീ എന്താ മിണ്ടാത്തെ? പറ. നിനക്ക് വിഷമമില്ലെങ്കിൽ പറ. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഇപ്പൊ പോയി നിന്റെ ജോലി ചെയ്യും. പ്രൊഡക്ഷൻ കുറവാണെന്ന് പറഞ്ഞ് കരുനാഗം ഇനി എന്റെ മെക്കിട്ട് കയറാൻ വരില്ല. പുതിയ സൂപ്പർവൈസറോടും അയാൾ കാരണം ചോദിക്കില്ല. നീയാ സമാധാനം ബോധിപ്പിക്കേണ്ടി വരിക. അയാളെ ഞാൻ സമാധാനം ബോധിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടല്ല, എന്റെ ഈ കൈ കൊണ്ട്. എടാ, ഞാൻ ഈ കമ്പനിയിൽ തന്നെ ഇല്ലേ? ഇത് വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. പിന്നെന്താ? നീ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഏത് കമ്പനിയിൽ പോയാലും നിനക്ക് നിന്റെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ജോലി കിട്ടും. സൂപ്പർവൈസറുടേതല്ല, പ്രൊഡക്ഷൻ ചീഫിന്റെ ജോലി തന്നെ നിനക്ക് കിട്ടും. നിന്നെ ഈ ഗോഡൌണിൽ കാണുന്നതിനേക്കാൾ സന്തോഷം എനിക്കതാ. എടാ, അതെനിക്കും അറിയാം. പക്ഷേ എനിക്ക് ഈ കമ്പനി വിട്ടു പോകാൻ കഴിയില്ല. എനിക്ക് നിങ്ങളാരെയും വിട്ടു പോകാൻ കഴിയില്ല. നീ വന്നേ. എങ്ങോട്ട്? ഞാൻ പറഞ്ഞില്ലേ, കൈലാഷ് സാർ നിന്റെ കൂടെ നിൽക്കൂ. നീ വാ. വരാനാ പറഞ്ഞേ. ഞാനൊന്ന് പറയട്ടെ, നീ നിക്ക്. ഞാൻ പറയട്ടെ. ഞാൻ പോയി കൈലാഷ് സാറിനോട് പരാതി പറഞ്ഞ നീ പറഞ്ഞ ശരിയാ, സൂപ്പർവൈസറുടെ ജോലി കൈലാഷ് സാർ എനിക്ക് തിരിച്ചു തരും. പക്ഷെ അത് എന്റെ മിടുക്കല്ല. ആ ജോലി ചെയ്യാൻ പ്രിയനെ കൊണ്ടേ കഴിയൂന്ന് പറഞ്ഞ് കരുനാഗം ഗോഡൌണിൽ നിന്ന് എന്നെ തിരിച്ചു വിളിക്കണം. അപ്പോഴാ അയാൾ എന്റെ മുന്നിൽ തോൽക്കുക. നിന്നെ സംസാരിച്ചു തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആ പുതിയ സൂപ്പർവൈസർ കൊണ്ട് ഞാൻ നക്ഷത്രക്കാലം നിൽക്കും. നീ നോക്കിക്കോ. എടാ മോഹൻ,